ഹായ് ഫ്രണ്ട്സ്, സിനിശാലയിലെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവരും തംബ്നെയിലിൽ കണ്ടു കാണും. 2002 പുറത്തിറങ്ങിയ ലാൽ ജോസ് സാർ സംവിധാനം ചെയ്ത് ദിലീപേട്ടൻ നായകനായി അഭിനയിച്ച മീശ മാധവൻ എന്ന എക്കാലത്തെയും ഹിറ്റ് ചിത്രത്തിന്റെ ലൊക്കേഷൻ കാഴ്ചയാണ്. മലയാളിയുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെ ഈ മീശ മാധവൻ എന്ന സിനിമയ്ക്കുണ്ട്. ഈ സിനിമ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ ഈ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ ഏത് സിനിമ ലൊക്കേഷൻ വീഡിയോ ചെയ്യുമ്പോഴും ഒന്ന് സ്റ്റഡി ചെയ്യും. ആ സിനിമയെ പറ്റി കണ്ട സിനിമയാണെങ്കിൽ കൂടി അതിൻ്റെ അതൊന്നും കൂടി എടുത്ത് കണ്ട് അത് ഷോട്ടുകൾ എവിടെയൊക്കെയാണ് എടുത്തതെന്നൊക്കെ നോക്കിയിട്ടൊന്ന് സ്റ്റഡി ചെയ്യാറുണ്ട്. പക്ഷെ ഈ സിനിമ സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത്രയധികം ആ സിനിമയുടെ ഷോട്ടുകൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും 95% പേരും ഈ സിനിമ കണ്ടവരായിരിക്കും, ഈ സിനിമ കാണാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ഈ സിനിമ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. ഈ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ മങ്കരയാണ്. അപ്പോൾ മങ്കരയിലേക്ക് നമുക്ക് പോവാം. പടിഞ്ഞാക്കര വീട് എന്ന് പറഞ്ഞൊരു വീടാണ് ഇതിൽ ദിലീപേട്ടൻ്റെ വീടായി ചിത്രീകരിച്ച വീട്. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. മീശ മാധവനിലെ മാധവൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. പടിഞ്ഞാക്കര വീട്, മങ്കര മഞ്ഞക്കരയിലെ പടിഞ്ഞാക്കര വീട്. ഇതാണ് ആ വീട്. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? വിഷുവിനെ കണി കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടു ഞാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഹരിശ്രേശ്വരൻ ചേട്ടൻ വരുമ്പോൾ ആ കണി കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുന്നത് ദിലീപേട്ടൻ ഇവിടെയാണ് ഇരിക്കുക. ഇവിടെ നിന്നിട്ടാണ് വർത്താനം പറയുന്നത്. ഇന്നും മലയാളികളുടെ മനസ്സിൽ നിന്ന് മായാത്തൊരു സീനാണത്. ഏത് വിഷു വരുമ്പോഴും നമ്മൾ ഈ സീൻ ഓർക്കും. എല്ലാ കൊല്ലവും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ കൃഷ്ണവേഷം കെട്ടരുതെന്ന്. എന്ത് ചെയ്യാനാ അമ്മ? കൂട്ടത്തിൽ കാണാൻ കൊള്ളാന്നോട്ട ഞാൻ മാത്രല്ലേ ഉള്ളൂ. അമ്മയോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ കിണ്ടി മൊന്ത നിർത്ത് പുറത്തു വെക്കരുതെന്ന്. ഇതിന്റെ ഉടമസ്ഥന്മാര് കണ്ടിട്ട് എടുത്തോണ്ട് പോയാ പിന്നെ പണിയെടുത്ത് വെറുതെ ആവേ. എങ്ങനെയുണ്ടായിരുന്നടാ വരവ്? വരണ വഴിക്ക് നമ്മുടെ ഈ കൃഷ്ണനെ ആ പൊതുവാലിന്റെ പട്ടി ഓടിച്ചിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല. കൃഷ്ണന്റെ വേടത്തിൽ എപ്പ കണ്ടാലും ശരിയാണ്, ആ പണ്ടാര പട്ടി എന്നെ ഓടിച്ചിടും. സാധാരണ നമ്മുടെ എല്ലാ ലൊക്കേഷൻ വീഡിയോസിലും നമ്മൾ ഓരോ ഫ്രെയിമിലും ആ സിനിമയിലെ സീൻ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാ സീനുകളും അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ചിലത് ഫോട്ടോസായിട്ടും ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഈ സിനിമയിലെ കരിമിഴിക്കുരുവിയ എന്നുള്ള പാട്ട് തുടങ്ങുന്നത് ഇതാ ഇവിടെ നിന്നാണ്. ദിലീപേട്ടങ്ങനെ വരുമ്പോൾ കാവി ചേച്ചി ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. പണ്ട് LP സ്കൂളിലേക്ക് തോളത്തിരുത്തി കൊണ്ടുപോയ രുക്മിണി എനിക്ക് വിശ്വാസമാണെന്നൊക്കെ പറയുന്ന ആ ഡയലോഗ്, ആ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ ഇവിടെ നിന്നാണ്. ഇപ്പോഴും ഈ ലൊക്കേഷൻ അതുപോലെ തന്നെയുണ്ട്. ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നിന്നാണ് ചിന്നിൽ കണ്ടില്ല, കാണാക്കടവിൽ പൊന്നൂഞ്ഞാൽ പടിയിൽ നിന്നോണ ചിന്തും കേട്ടില്ല. ഇതാണ് ഈ വീടിൻ്റെ ഉമ്മറം. ഇവിടെ വെച്ച് ഒരുപാട് സീനുകൾ ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട്. ഞാനത് പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അത് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവും ആ ഷോട്ടുകളൊക്കെ. ഇതിൽ ദിലീപേട്ടൻ്റെ പെങ്ങളായിട്ട് അഭിനയിക്കുന്ന കാർത്തിക ചേച്ചിനെ പെണ്ണ് കാണാൻ വരുന്നൊരു സീനുണ്ട്. അപ്പോൾ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നവരൊക്കെ ഇതാ ഇവിടെ ഈ തിണ്ണയിലാണ് ഇരിക്കുക. ദിലീപേട്ടൻ ഈ തൂണിൻ്റെ പുറത്തിരിക്കും. എന്നിട്ട് പെണ്ണ് കാണാൻ വന്ന ചെക്കൻ നന്നായിട്ട് പലഹാരങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാവും. ആ സീൻ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പെണ്ണ് കണ്ട് കഴിഞ്ഞിട്ട് അവരിതാ ഇങ്ങനെ ഒരു ഫ്രെയിമിൽ നിന്നിട്ട് സോമൻ ഇപ്പം തന്നെ അവളെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിക്കുമ്പോൾ ദിലീപേട്ടൻ ഇങ്ങനെ നോക്കുന്നൊരു സീനുണ്ട്. ഇതാ ഇങ്ങനെ ഒരു ആംഗിളിൽ എടുത്തിരിക്കുന്നത്. ഇതാ പെണ്ണ് കാണുന്ന സമയത്ത് ആ പലഹാരങ്ങളൊക്കെ വെച്ചിട്ടുള്ള ടേബിളാണിത്. അത് ഇതാ എപ്പോഴും ഇവിടെ ഉണ്ട്. ഇത് ഈ സൈഡിലേക്ക് നീക്കി വെച്ചേക്കാണ് ഇവിടെ. ഇങ്ങനൊരു ആംഗിളിൽ കുറേ സീനുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒടുവിലുണ്ണീഷൻ ചേട്ടൻ ദിലീപേട്ടനെ കാണാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ സുകുമാരി ചേച്ചിയായിട്ട് സംസാരിച്ച് നിൽക്കും. അപ്പോൾ ആ കാണുന്ന ഭാഗത്ത് നിന്ന് ദിലീപേട്ടൻ ഇങ്ങനെ ഇട്ടത്ത് ഇങ്ങനെ കയറി വന്നിട്ട് മൊന്ത വലിച്ചെറിയുന്നൊരു സീനുണ്ട്. അത് ഇതാ ഇങ്ങനൊരു ആംഗിളിലാണ് എടുത്തിരിക്കുന്നത്. ഈ സിനിമയിൽ ഒടുവിലുണ്ണീഷൻ ചേട്ടനും ദിലീപേട്ടനും കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട് രാത്രി.
നിൻ്റെ വല്ലതും ഉണ്ടാവുമോ എൻ്റെ മോളുടെ കല്യാണം നടത്താൻ എനിക്ക് ആവശ്യമായിട്ട്, നീ നിൻ്റെ മാലതിയുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിലേക്കൊരു കണ്ണ് വെച്ച് ഞാൻ വന്നേന്നൊക്കെ പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ ഇവിടെയാണ് ദിലീപേട്ടൻ നിൽക്കുക, ഇവിടെ ഉടുലുണ്ണീഷൻ ചേട്ടൻ നിൽക്കും, എന്നിട്ട് ഇവിടെ സംസാരിക്കുന്ന സീനുണ്ട്. ഈ സിനിമയിലെ വിഗ്രഹം കെട്ടു എന്ന് പറഞ്ഞിട്ട് മാധവനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ മാധവൻ, അതായത് ദിലീപേട്ടൻ ഇതിലേ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓടും ഈ വഴിയിലേക്ക്. അപ്പോൾ ഇവിടെ ഉടുലുണ്ണീഷൻ ചേട്ടൻ നാട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നേരെ എന്നിട്ട് ഉടുലുണ്ണീഷൻ ചേട്ടൻ്റെ കൈ പിടിച്ചിട്ട് പറയും, നമ്പൂരിശ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു സീൻ ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. അത് ഇവിടെ ഇങ്ങനെ വഴി ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ ഇങ്ങനെ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ, ഒരു പാടത്തേക്കുള്ള ഏരിയയാണ്, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സീനുകളൊക്കെ ഇതാ ഈ ഭാഗത്താണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളൊരു കിണർ കാണിക്കാനാണ് കൊണ്ടുപോകുന്നത്. ഈ സിനിമയിൽ ഒരു കിണറുണ്ട്. ഇവിടെ കൽമൈ താത്ത എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, മീന ഗണേഷ് അവതരിപ്പിച്ച ഒരു ക്യാരക്ടർ ഇവിടെ നിന്നിട്ട് പത്തിരി ചുട്ടത് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ പാടിയിട്ട് വെള്ളം കോരുന്നുണ്ടാവും. അപ്പോൾ ദിലീപേട്ട വിടുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ടാവും, കട്ടൻ ചായ. എന്നിട്ട് പറയും, എൻ്റെ പെങ്ങൾക്കൊരു തുർക്കി എന്നുള്ള ഒരു രാജകുമാരനെ തന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സീനാണ്. അപ്പോൾ ഇതാ ഇവിടെ കാർത്തിക ചേച്ചി ഇവിടെ നിന്നിട്ട് ഇങ്ങനെ അലക്കുന്നുണ്ട്. അവിടെയാണ് അലക്കുകലുണ്ടായിരുന്നത്. രാസകുമാരനെങ്കിൽ രാസകുമാരെ നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്ന ആ ഒരു രസകരമായ സീൻ എടുത്തത് ഇവിടെയാണ്. ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നു. അതായത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു മതിൽ വന്നു. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ പൈസ കുഴിച്ചിടുന്നില്ലേ ജഗതി ചേട്ടനും കൊച്ചിനെ എഫ്ക്കും കൂടിയിട്ട്, അതൊക്കെ ഈ സ്ഥലത്തായിരുന്നു. അവിടെ ഇപ്പം മതിൽ വന്നു. ഈ വീടിൻ്റെ ബാക്ക് ഏരിയ ഇതാണ്. ഇവിടെ വെച്ചിട്ട് കുറച്ച് സീനൊക്കെ എടുത്തിട്ടുണ്ട്. കല്യാണത്തിനോടനുബന്ധിച്ചിട്ട് കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് പെയിൻറ് ചെയ്യുന്നതും അവിടെ വെച്ചിട്ട് കുറച്ച് ഡയലോഗ് സീനൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ലൊക്കേഷനിൽ വന്നപ്പോൾ ഇവിടുത്തെ ചേച്ചി നമുക്ക് ലെമൺ ടീ കാപ്പി തന്നു. കാപ്പിയൊക്കെ തന്നിട്ട് നല്ല സ്വീകരണമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല സുഖമുണ്ട്. പിന്നെ ഈ ഒരു ഓട് വീടിൻ്റെ ഒരു സുഖം കൂടി ഉണ്ട് ഇവിടെ ഇരിക്കാൻ. വലിയ സന്തോഷം. ഈ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമ മീശ മാധവനാണ്. അതിനുശേഷം പിന്നെ 2-3 സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വൺ വേ ടിക്കറ്റിൽ പൃഥ്വിരാജിൻ്റെ രാജുവേട്ടൻ്റെ വീടായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ വീടാണ്. അതുപോലെ തന്നെ വേറെ ഏതൊക്കെ സിനിമയിലുണ്ട്, അത് കറക്റ്റ് എൻ്റെ നോളജിലില്ല. ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ കവിത ചേച്ചിയും മിഥുനും ഞങ്ങളെ നല്ല രീതിയിലാണ് സ്വീകരിച്ചത്. ഈ വീട്ടിലേക്ക് ഞങ്ങളെ നയിച്ചത് വിഷ്ണു എന്ന് പറഞ്ഞ ഈ മഞ്ഞക്കരയിലുള്ള ഒരു സുഹൃത്താണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, അവരോടൊക്കെ നന്ദി പറയുന്നു. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് നമ്മൾ മീശ മാധവൻ്റെ അടുത്ത ലൊക്കേഷനിലേക്ക് യാത്രയാവുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഈ സിനിമയിലെ പട്ടാളം പുരുഷേട്ടൻ്റെ വീട് കാണാനാണ്. പുരുഷേട്ടൻ അറിയാലോ, നമ്മുടെ പിള്ളച്ചൻ്റെ സരസ്വതിച്ചിട്ട് വീട്. ഇതാണ് പട്ടാളം പുരുഷേട്ടൻ്റെ വീട്. ഈ വീട്ടിൽ ആരും കാണാനില്ല. നമ്മൾ ചോദിക്കാതെ അകത്തേക്ക് കയറുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. ഇങ്ങനെ നമുക്ക് കാണാം. ഇതാ ഇവിടെ വെച്ചിട്ടാണ് ജഗതി ചേട്ടൻ സരസു എന്നുള്ള ക്യാരക്ടറിനെ ആ വേലിയിലൂടെ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുന്ന ഒരു സീൻ. അത് ഇവിടെ വന്നിട്ടാണ് നോക്കുക. അപ്പോൾ അത് ആ വഴിയൂടെ ദിലീപേട്ടൻ ഇങ്ങനെ സൈക്കിളോട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് എന്താ അതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മൂത്രയ്ക്കുന്ന പോലെ അഭിനയിക്കും. എന്നിട്ട് ദിലീപേട്ടൻ ഇങ്ങനെ എത്തിച്ച് നോക്കുമോ പുരുഷേട്ടൻ പോയോ എന്നറിയാനുള്ള തത്രപ്പാടില്ല എന്നൊക്കെ പറയുന്നൊരു സീനുണ്ട്. അതിവിടെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഈ ഇടവഴിയിൽ വെച്ചിട്ടാണ് ദിലീപേട്ടൻ ഇങ്ങനെ പടക്കം പൊട്ടിച്ചിട്ട് ഇങ്ങനെ ജഗതി ചേട്ടനെ പേടിപ്പിക്കും. എന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ ചുറ്റുകളിയുടെ കാര്യം പറയാൻ വേണ്ടി ചെന്നതാണ്, പക്ഷേ അദ്ദേഹം ഇന്ന് ഡെറാഡൂണിലേക്ക് പോയി എന്ന് പറയും. അപ്പോൾ ആ സീനൊക്കെ ഇതാ ഈ ഇടവഴിയിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് രുക്മിണിയുടെ വീട് കാണാൻ പോവാം, അതായത് പിള്ളേച്ചൻ്റെ വീട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മീശ മാധവനിലെ രുക്മിണിയുടെ വീട്ടിലാണ്. കാവ്യ ചേച്ചിയുടെ ക്യാരക്ടറിൻ്റെ വീട്ടിലാണ്, ജഗതി ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അത് ചെമ്മുകക്കളം എന്ന് പറഞ്ഞിട്ടുള്ള മങ്കര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു വീടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം.
ഈ വീടും ഒരുപാട് സിനിമകളിലുണ്ട്. സദാനന്ദൻ്റെ സമയം എന്ന് പറഞ്ഞ സിനിമയിലെ ദിലീപേട്ടൻ്റെ തറവാട് വീട്, ബാലേട്ടൻ സിനിമയിലെ ലാലേട്ടൻ്റെ വീട്, ഉലകം ചുറ്റും വാലിബൻ, തിളക്കം, അതുപോലെ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി തുടങ്ങിയിട്ടുള്ള കുറേ സിനിമകളിൽ ഈ വീടുണ്ട്. ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള മറ്റു സിനിമകളുടെ ആ ഫ്രെയിമും അതെടുത്ത സ്ഥലമൊക്കെ നമുക്ക് ആ സിനിമകളുടെ ലൊക്കേഷൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതിൻ്റെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ സിനിമയിലെ അമ്പലം ചിത്രീകരിച്ച ആ സ്ഥലം കാണാനാണ്. അമ്പലപ്പാറ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം നമ്മൾ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് മീശമാധവൻ സിനിമയിലെ അമ്പലത്തിലെ എല്ലാ സീനുകളും, പിന്നെ അതുപോലെ ക്ലൈമാക്സ് സീന് ഇതൊക്കെ എടുത്തിരിക്കുന്നത്. ഒരു വെടിയൊച്ചയുടെ ശബ്ദം കേട്ടിട്ട് പട്ടാളം പുരുഷേട്ടൻ എല്ലാവരും കിടന്നോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കിടത്തുന്ന സീന്, എല്ലാവരും കൂടി ഭക്തരും ദിലീപേട്ടനും എല്ലാവരും കൂടി ഇങ്ങനെ കിടക്കും. ആ സീൻ ഇത് എവിടെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് മീശമാധവൻ സിനിമയിലെ ആ വെടിവഴിപാട് മൈക്കിൽ കൂടെ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മണികണ്ഠേട്ടൻ ഇവിടുന്ന് അങ്ങോട്ട് പെരിങ്ങോട് വിജയേട്ടൻ വാര്യരായിട്ട് ഇവിടെ നിൽക്കണ്ടാവും അമ്പലത്തിൽ. അപ്പോൾ അങ്ങോട്ട് വിളിച്ചു ചോദിക്കും. അപ്പോൾ അവിടുന്ന് സംസാരിക്കുന്ന ഒരു സീന്, അപ്പോൾ ആ ഒരു പ്രശസ്തമായ സീൻ എടുത്തിരിക്കുന്ന സ്ഥലം എന്താ ഇവിടെയാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഇന്ദ്രിയത്തേട്ടനെയും ആ കൂടെ രണ്ടുള്ള കള്ളന്മാരെയും കെട്ടിയിട്ടിരിക്കുന്ന ആലിതാണ്. ഇവിടെയാണ് അവരെ കെട്ടിയിട്ടുണ്ടാവുക. ഈ സിനിമയുടെ മൊത്തം ക്ലൈമാക്സും ഈ ഒരു ഏരിയയിലാണ് നടക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് മീശമാധവൻ്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടു. ഒരുപാട് സന്തോഷം ഞങ്ങൾക്കത് കാണാൻ പറ്റിയതിലും നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റിയതിലും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും കമൻറ്റുകൾ അറിയിക്കുക നമ്മളെ. അപ്പോൾ എന്തായാലും അടുത്ത സിനിമയുടെ അടുത്തൊരു ലൊക്കേഷനുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.